ആരെങ്കിലും, കാരണം നമ്മുടെ ഉമ്മ നമ്മളോട് പറയാറില്ല എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും അത് പറയാത്തത് ചില ഉമ്മമാർക്ക് പറയാൻ പേടിയാ, ചില വാപ്പമാർക്ക് പറയാൻ പേടിയാ. കാരണം അവന്റെ ഭാര്യയെ പേടിയാ, ഓൾ എന്തെങ്കിലും പറഞ്ഞാലോ, അവൾ എന്തെങ്കിലും. അതന്നെ പല മക്കളും ഉമ്മക്ക് പൈസ കൊടുക്കുന്നത് ഭാര്യ കാണാതെയാ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മ അതുകൊണ്ടൊന്നും പറയാറില്ല. പക്ഷെ ഉമ്മാനെ കാണാൻ വരുന്ന കൂട്ടുകാരികളോട് പറയും, ചോദിച്ചറിഞ്ഞ് ചെയ്യുമോനെ, നിനക്ക് അള്ളാഹു ഈ പ്രതിഫലം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിൽ ഇരുന്ന് കൈപൊക്കിയ ഓരോ മനുഷ്യനും നിയത്ത് ചെയ്യും, ഉസ്താദെ ഇന്ന് മുതൽ ഒരു നേരമെങ്കിലും ഒരിക്കലെങ്കിലും ഞാൻ എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഭക്ഷണം വാരി കൊടുക്കും. ഇനിയും ഞാൻ അവരുടെ മുന്നിൽ സംസാരിക്കൂല, അവരുടെ മുന്നിൽ ഞാൻ ശബ്ദം ഉയർത്തൂല. എന്റെ ഉമ്മ മരിക്കണ കാലം വരെ നോക്കിയാ പോരെ, അവരുടെ ദ്വായല്ലേ, അവരുടെ കഷ്ടപ്പാടല്ലേ ഞാൻ ഇത്രയ്ക്കും ആയത്. അവര് പട്ടി കിടന്നിട്ട് എന്നെ വളർത്തിയതല്ലേ ഉസ്താദെ. എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, അവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് നീ തീരുമാനിക്ക്. അള്ളാഹു നിനക്ക് ഈ പ്രതിഫലം നൽകും. അള്ളാഹു നൽകി. അള്ളാഹു ആ നല്ലവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ സ്വർഗത്തിലെ ഈ 2 പ്രതിഫലം കിട്ടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് കൈപൊക്കിയവരൊക്കെ, ഉസ്താദ് ഈ 3 കാര്യം ഞാൻ ഇന്ന് മുതൽ ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരുന്ന് കൈപൊക്കിക്ക്. ഉമ്മായ്ക്ക് ഭക്ഷണം, ഉമ്മായ്ക്കും ബാപ്പായ്ക്കും ഭക്ഷണം എന്നും വാരി കൊടുക്കണ്ട കേട്ടോ, വല്ലപ്പോഴും ഒരിക്കലെങ്കിലും. നീ വിചാരിക്കുന്നത് ഉമ്മ വാരി, ഒന്ന് പോയി ചോദിച്ചു നോക്കിയാൽ മതി. നീ എത്ര ദ്രോഹം ചെയ്തവനാണെങ്കിലും നീ ഉമ്മാടെ അടുക്ക പോയിട്ടൊന്ന് ചോദിച്ചു, ഉമ്മ ഞാനെന്ത് ഭക്ഷണം വാരി. ഉമ്മ കരയും മനുഷ്യ, സന്തോഷം കാരണം. എൻ്റെ മോൻ എന്നെ മറന്നില്ലല്ലോ, എൻ്റെ മോള് അവൾ എന്നെ മറന്നില്ലല്ലോ. സന്തോഷം കാരണം ഉമ്മ കരയും. പാപ്പായ്ക്കൊക്കെ അത് ചോദിച്ചാൽ വലിയ സന്തോഷമാണ്. അല്ലാഹു അഅലം. അല്ലാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മലക്കുകളുടെ കയ്യെ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന 3ാമത്തെ കാര്യം ഇതാണ്. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 ഇരിക്കൂല, ഒന്നുകൂടെ ഇരുന്നൂടെ 4 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 4ാമത്തെ കാര്യം എന്താണ്? ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബികളോട് അവിടെ നിന്നും ഉത്തത്തി യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാ. ഉത്തത്തി യുദ്ധത്തിന് വേണ്ടി സ്വഹാബികളെ തിരഞ്ഞെടുക്കാം മുത്തുനബി. അങ്ങനെ സ്വഹാബികളെ എല്ലാം തിരഞ്ഞെടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ 3 ചെറുപ്പക്കാരെ വിളിച്ചു അടുത്തേക്ക്. 3 ചെറുപ്പക്കാരായ സ്വഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ യുദ്ധം ആദ്യം നയിക്കേണ്ടത് നീയാണ് കൊടി പിടിച്ചു മുന്നിൽ നിൽക്കേണ്ടത്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ 2ാമതൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ പിടിക്കണം. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ 3ാമതൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ പിടിക്കണം. നിനക്കും എന്തെങ്കിലും സംഭവിച്ചാൽ സ്വഹാബികളിൽ ആരെങ്കിലും പിടിക്കണം. ഇങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞതിന്റെ അർത്ഥം 1ാമത് നീ ഷഹീദാകും, 2ാമത് നീ ഷഹീദാകും, 3ാമത് ഇതവർക്ക് ഉറപ്പറിയാം. അള്ളാന്റെ റസൂല പറഞ്ഞ ഒരു മാറ്റവും ഇല്ല. അള്ളാഹുവെ, പള്ളിയിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുകയാ തന്റെ വീട്ടിലേക്ക്. തന്റെ ഭാര്യ ചോദിക്കുക, എന്തേ? ആരാ ഓടുന്നത്? മഹാനായ സയ്യിദുനാ ജഅഫർ റളിയല്ലാഹു തആല അൻഹു. ജഅഫർ എന്ന് പറയുന്ന ചരിത്രം പറയുന്ന 30-33 വയസ്സേ പ്രായമുള്ളൂ. ഈ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് ചിരിച്ചുകൊണ്ട് ഓടുക, സന്തോഷം. ഭാര്യ ചോദിച്ച് എന്തേ? അസ്മാ റളിയല്ലാഹു തആല ചോദിച്ച് എന്തേന്ന്. പെണ്ണേ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഅ്തത്തി യുദ്ധത്തിന്റെ അമീറായി എന്നെ തെരഞ്ഞെടുത്തു. ഒരു പേടിയില്ല, മരിക്കുന്നേ. ആ ചങ്ങാതിക്കറിയാം മരിക്കുന്നിട്ടും ഭാര്യയോട് പറയാ, എന്നെ റസൂലുള്ള തെരഞ്ഞെടുത്ത സന്തോഷം കാരണമാണ്. കെട്ടിപ്പിടിച്ചു ചുംബനവും കൊടുത്ത് യാത്ര പറഞ്ഞു. അല്ലാഹുവേ സലാം പറഞ്ഞിറങ്ങിപ്പോയി. മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ യുദ്ധം തുടങ്ങി. ഒരുപാട് സൈന്യം, ചെറിയ സഹാബികൾ. അല്ലാഹുവേ, യുദ്ധം തുടങ്ങി. 1ാമത്തെ സ്വഹാബി കൊടിയും പിടിച്ചുകൊണ്ട് കടന്നു ചെന്നു, ഷഹീദായി. മുത്തുനബി പറഞ്ഞതുപോലെ അവിടെ നിന്ന് കൊടിയിൽ നിന്ന്, കയ്യിൽ നിന്ന് കൊടി താഴെ വീണു. മഹാനായ സയ്യിദുനാ ജഅഫർ റളിയല്ലാഹു തആല അൻഹു താഴെ വീണ കൊടി ഓടിച്ചെന്നെടുക്കുകയാണ്. അല്ലാഹുവേ, കൊടിയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ശത്രുക്കളതാ വലത് കൈപ്പത്തി അങ്ങ് വെട്ടിമുറിക്കുകയാണ്. കൊടി താഴെ വീണു. ജഅഫർ തങ്ങൾ ഭയന്നില്ല. താഴെ വീണ കൊടിയതാ ഇടത് കൈ കൊണ്ടെടുക്കുകയാണ്. ഇടത് കൈ കൊണ്ടെടുത്തിട്ട് മുന്നോട്ട് നടന്നു. 2ാമത്തെ കൈപ്പത്തിയും വെട്ടിമുറിച്ചു. കൊടി താഴെ വീണു. എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു താഴെ വീണ കൊടി 2 അറ്റുപോയ കൈകൾ വെച്ചിങ്ങനെ ചേർത്ത് പിടിച്ച് ആ കൊടി തന്റെ കക്ഷത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ടിങ്ങനെ മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട്
നടക്കുമ്പോ ഭയന്ന് നിൽക്കുന്ന അനുചരന്മാരോട് ജൗഫർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, സ്വർഗത്തിന്റെ പരിമളം എനിക്കടിച്ചു വീശുന്നു സ്വഹാബാ, വേണ്ടവർ വാ സഹാബാ, വേണ്ടവർ വാ സഹാബാ. പടച്ചവനെ, ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവസാനം ജൗഫർ തങ്ങളുടെ ശരീരം മുഴുവനും വെട്ടിമുറിക്കുകയാ. ജൗഫർ തങ്ങൾ മുഅ്തത്ത് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഷഹീദാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തുനബി തിരിഞ്ഞിരുന്നിട്ട് പറഞ്ഞു, സഹാബാ, ജൗഫർ പോയി സഹാബാ, ജൗഫർ ഷഹീദായി സഹാബാ. സഹാബാക്കളൊക്കെ അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. സഹാബികൾ മുഴുവനും അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ജൗഫർ ഷഹീദായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, മരണവാർത്ത വീട്ടിൽ അറിയിക്കണമല്ലോ. ജൗഫറിന്റെ വീട്ടിൽ ചെന്നിട്ട് മരിച്ചത് പറയണമല്ലോ, അവിടുന്ന് ഷഹീദായെന്ന് പറയണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആരാ ജൗഫറിന്റെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോടും മക്കളോടും ജൗഫറും ഷഹീദായെന്ന് പറയുന്നതാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ തന്റെ കണ്ണിന്റെ മുന്നിൽ നിരന്നിരിക്കുന്ന സ്വഹാബാക്കൾ മുഴുവനും തല താഴ്ത്തി പിടിക്കുകയാ. എല്ലാവരും തല ഇങ്ങനെ താഴ്ത്തി പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി, മുത്തുനബിക്ക് അത്ഭുതമായി. എന്തേ സഹാബാ, എന്തേ സ്വഹാബാ, നിങ്ങൾ ആരും പറയാൻ പോകാത്തത് എന്തേ സ്വഹാബാ? യാ റസൂലല്ലാഹ്, അതിനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല നബിയേ. ജൗഫർ തങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ ചെന്നിട്ട്, അസ്മാ എന്ന് പറയുന്ന ജൗഫർ തങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ ചെന്നിട്ട്, പെണ്ണ്, നിന്റെ ഭർത്താവ് ഷഹീദായെന്ന് പറയാ ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല നബിയേ. കാരണമെന്തെന്നറിയോ? അസ്മാഇന്റെ വയസ്സ് 19 വയസ്സാ. 19 വയസ്സുള്ള ഒരു പെണ്ണിന്റെ മുന്നിൽ ചെന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യുദ്ധക്കളത്തിൽ ഷഹീദായെന്ന് പറയാ ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ. ജൗഫർ തങ്ങളുടെ മക്കള് 3 മക്കളാ, 3 ആൺകുട്ടികളാ. വയസ്സെത്രയാണെന്നറിയോ? 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 പിഞ്ചുമക്കളുടെ ചാരത്ത് ചെന്നിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടെന്ന് പറയാ ഞങ്ങളെ കൊണ്ട് കഴിയില്ല നബിയേ. സ്വഹാബികൾ അവിടെ ഇരുന്ന് കൊണ്ട് പറയുമ്പോ മുത്തുനബി പറയുകയാ, എങ്കിലും നമുക്ക് ഒരുമിച്ച് പോയി പറയാ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബികളും പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് നടക്കുകയാ. ആ വീട്ടിൽ നടക്കുന്ന രംഗം എന്തെന്നറിയോ? യുദ്ധം കഴിഞ്ഞ് സ്വഹാബികൾ മടങ്ങി വന്നെന്ന് മനസ്സിലാക്കുമ്പോ അസ്മാ എന്ന 19 വയസ്സുള്ള പെണ്ണ് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ കുളിപ്പിച്ചൊരുക്കിയിട്ട് പുതുവസ്ത്രം ധരിച്ച വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാ. വാപ്പ വരുമ്പോ കാണാ 3 മക്കളെയും കുളിച്ചൊരുക്കിയിട്ട് വീടിന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാ. അതാ അസ്മാ റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്തിരുന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കഴിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുത്തുനബി കടന്നു വരുന്നത്. അപ്പോഴാണ് മുത്തുനബി കടന്നു വരുന്നത്. ജൗഫർ തങ്ങളുടെ മക്കൾ ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോ, മുത്തുനബിയെ കണ്ടപ്പോ 3 മക്കളും ഇറങ്ങി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. പടച്ചവരെ, 3 മക്കളെയും അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുകയാ. ആ സമയത്ത് ജൗഫർ തങ്ങളുടെ മൂത്ത മകനുണ്ടല്ലോ, മുത്തുനബിയുടെ പുറകിൽ നോക്കുകയാ. ഈ നിൽക്കുന്ന സ്വഹാബികളുടെ ഇടയിൽ ഞങ്ങളുടെ വാപ്പയുണ്ടോ, ഞങ്ങളുടെ പൊന്നാര ഉപ്പയുണ്ടോ? ജൗഫർ തങ്ങളുടെ മക്കൾ ഇങ്ങനെ തിരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാ. 3 മക്കളെയും ലോകത്തിന്റെ നേതാവ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴത്തെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാ. ഈ പിഞ്ചുമക്കളോട് എന്ത് പറയാരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ജൗഫറിന്റെ മക്കളെ ചുംബിക്കു സഹാബാ.
സ്വഹാബികളായ യതീമായ മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. ഈ രംഗം ഇങ്ങനെ കാണുന്നതാരെന്നറിയോ? 19 വയസ്സുള്ള ഒരു പെണ്ണ് ഈ രംഗം കാണുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അസുമാ ജൗഫർ ഷഹീദായി അസുമാ. പെങ്ങളെ, എന്താണ് മറുപടി എന്നറിയോ? എല്ലാവരും അത്ഭുതത്തോടുകൂടി വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ ജൗഫർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജൗഫർ മരിച്ചപ്പോ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? എന്റെ ജൗഫർ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. എന്തേ അസുമാ, എന്തേ അസുമാ, നീ ഇങ്ങനെ ചോദിക്കാറുള്ള കാരണം എന്തേ അസുമാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ജൗഫർ തങ്ങളെ എപ്പോഴും പറയുമായിരുന്നു, മണിയറക്കകത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ ജൗഫർ പറയുന്നു, അസുമാ, എനിക്കൊരാഗ്രഹമുണ്ട് സുമാ, എനിക്കൊരാഗ്രഹമുണ്ട് സുമാ. എന്തേ ജൗഫർ, എന്തേ ജൗഫർ? മരിക്കുന്ന സമയത്ത് നോമ്പുകാരനായിട്ട് മരിക്കണം അസുമാ. മരിക്കുന്ന സമയത്ത് എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. അത് മാത്രമല്ല, നാളെ പടച്ച റബ്ബിന്റെ മുന്നിലിരുന്ന് നോമ്പ് തുറക്കണം അസുമാ. നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് കൊട്ടാരം കിട്ടണമെന്നല്ല പറഞ്ഞത്, ഭാര്യയോട് പറയുന്നു നീ ദുആ ചെയ്യണം. എന്തിനു വേണ്ടിയാ? മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കാ, മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കാ. രാത്രി കിടപ്പറയിൽ കിടക്കുന്ന ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട്, മരിച്ചാൽ ഈമാൻ കിട്ടി മരിക്കാ, നീ ഒന്ന് ദുആ ചെയ്യണേ. ഏത് ഭർത്താവാ പറയുന്നത്? ഏത് ഭാര്യയാ പറയുന്നത്? വാപ്പാ പ്രായം ചെന്ന രോഗം പിടിച്ച നീ പറയോ നിന്റെ ഭാര്യയോട്, പെണ്ണേ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ, മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കാ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ഏതെങ്കിലും ഭർത്താവ് പറയാറുണ്ടോ? ഏതെങ്കിലും ഭാര്യ പറയാറുണ്ടോ? 19 വയസ്സുള്ള തന്റെ പെണ്ണിനോട് ഒരു ഭർത്താവ് പറയുന്നു നീ ദുആ ചെയ്യണം, എനിക്ക് മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഇരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ സ്വഹാബികൾ പറഞ്ഞു, നബിയേ, 96 വെട്ടുകൾ കൊണ്ട് ശരീരം മുഴുവനും വെട്ടിമുറിച്ച് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ജൗഫർ എന്ന സ്വഹാബിയുടെ ചാരത്തേക്ക് വെള്ളവുമായി കിടന്നു ചെന്നിട്ട് വായിലേക്ക് വെള്ളമൊഴിക്കാൻ നോക്കുമ്പോ ജൗഫർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, നോമ്പുകാരനാണ് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നോമ്പുകാരനായിട്ടാണ് മരിച്ചതെന്ന് പറയുമ്പോ മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? അസ്മാ റഅയ്തു ജൗഫറ മലകൈനി യതീറു മഅൽ മലായിക. മലക്കുകളുടെ കൂടെ നിന്റെ എന്റെ ജൗഫർ ഉണ്ടല്ലോ, മലക്കുകളുടെ കൂടെ സ്വർഗത്തിലേക്ക് പറക്കുന്നത് ഞാൻ കണ്ടു. ആസ്മാ, മുത്തുനബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണ്ടേ. സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഉപ്പമാരെ മറക്കാതെ സുന്നത്ത് നോമ്പ് തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഒരുപാട് പെങ്ങന്മാരുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്. അപ്പാ, നോമ്പുകാരനായിട്ട് മരിക്കണം, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലിരുന്ന് നോമ്പ് തുറക്കണം. അല്ലാഹുവേ, നിത്യമായി നോമ്പ് പിടിക്കുന്നവർക്ക്, സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുന്നവർക്ക് ഈ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞു തരുമ്പോ അല്ലാ, ഈ പ്രതിഫലം ഞങ്ങൾക്ക് തരണേ അല്ലാ.
അതുകൊണ്ട് നിർത്തുകയാ. 4 കാര്യമാണ് പഠിച്ചത്. 1, ദുനിയാവിനെ വലിച്ചെറിയ, ആഖിറത്തിനെ സ്നേഹിക്ക്. 2, ഒതുവെടുക്ക്, ഒതുവോടുകൂടി കിടക്ക്, ഒതുവോടുകൂടി മരിക്ക്. 3, നിന്നെ പെറ്റ തള്ളയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുമോനെ. നിനക്ക് വേണ്ടി ജീവിച്ച വാപ്പയുടെ മുന്നിൽ ശബ്ദമുയർത്തല്ലേ. അവർക്ക് എന്താണോ വേണ്ടത്, അവരൊരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. വേണ്ടത് മുഴുവനും മറിഞ്ഞ് മനസ്സിലാക്കി ചെയ്തു കൊടുക്കുമോനെ. 4, സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ചോ. നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ മലക്കുകൾ വന്ന് കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നാഥാ, ഈ ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ, ഈ പ്രതിഫലം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു ഈ 4 കാര്യം ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും എഴുന്നേൽക്കുക. കാണുന്ന മക്കളുടെ കാലം, വാപ്പാനെ ഫ്രണ്ട്സായി കാണുന്നവർ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ കൂടപ്പിറപ്പാണ്, എൻ്റെ കുടുംബക്കാരനാണ്, എൻ്റെ കൂടെ പഠിച്ചവരാ, എല്ലാവരും ആത്മാർത്ഥമായി സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും ഇങ്ങനെ സുഹൃത്തുക്കളുമായി കഴിയുന്നവരാ. എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചിട്ട് ചില കൂട്ടുകാരെ പിടിച്ചു നിർത്തിയിട്ട് പറയും, നിന്റെ കൂടെ ഞാൻ കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ നന്നായി പോയനേടാ. എടാ, നശിച്ചു പോയടാ, നിന്റെ കൂടെ കൂടിയത് കൊണ്ടാ ഞാൻ നശിച്ചു പോയത് എന്ന് നാളെ പരലോകത്ത് വെച്ച് ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, മറ്റു ചില സുഹൃത്തുക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുന്നു, നരകത്തിലും സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനോട് അള്ളാഹു ചോദിക്കും, എന്തെടാ നിനക്ക് സന്തോഷമില്ലാത്തത്? ഈ സ്വർഗം ഞാൻ നിനക്ക് തന്നിട്ട് പോലും എന്തേ നിനക്ക് സന്തോഷമില്ലാത്തത്? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുവത്രേ, അല്ലാഹുവേ, വയലിന് എപ്പോ പോകുമ്പോഴും എന്നെ കൊണ്ടുപോകുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും എന്നെ വിളിച്ചുകൊണ്ട് എന്റെ കൂടെ വരുന്ന ഒരു കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നു. പടച്ചവനെ, അവള് നരകത്തിൽ കിടക്ക. അല്ലാഹുവേ, എന്റെ കൂട്ടുകാരൻ നരകത്തിൽ കിടക്കുമ്പോ എനിക്ക് എങ്ങനെ അല്ലാഹ് സന്തോഷം? എന്റെ കൂട്ടുകാര് നരകത്തിൽ കിടക്കുമ്പോൾ എനിക്കെങ്ങനെയാ സന്തോഷം? അള്ളാഹു പറയുമത്രേ, നരകത്തിൽ കിടക്കുന്ന കൂട്ടുകാരനെ സ്വർഗത്തിൽ കൈപിടിച്ചു കൊണ്ടുവരാൻ അള്ളാഹു ആ കൂട്ടുകാരന് അവസരം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ കൂട്ടുകാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര കണ്ട് ആത്മാർത്ഥ സ്നേഹിക്കുന്നവരാണെങ്കിലും ഇവരെല്ലാവരും പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരാ. ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആരാ ആത്മാർത്ഥ സുഹൃത്ത്? എന്താ? നമ്മൾ എന്തിനാ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കണം. നമ്മളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടുപോകുമ്പോ, നീ ഒരു ആപത്തിൽ പെടുന്ന സമയത്ത് നിന്നെ സഹായിക്കുന്നവനല്ലേ നിന്റെ യഥാർത്ഥ കൂട്ടുകാരൻ. നിനക്കൊരു സാമ്പത്തികമായി എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന സമയത്ത് സഹായിക്കുക, നീ രോഗം പിടിച്ച് കിടക്കുമ്പോൾ സഹായിക്കുക. ഇതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നീ പെട്ടുപോകുന്ന സമയത്ത് നിന്നെ സഹായിക്കുന്നതിന് വേണ്ടിയാ നമ്മൾ പലരും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത്. എങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഈ കൂട്ടുകാർ മുഴുവനും നമ്മളെ പെരുവഴി കളഞ്ഞിട്ട് പോകുന്നവരാ. അത് വാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, കൂടപ്പുറപ്പാകട്ടെ, കുടുംബക്കാരാകട്ടെ, കൂട്ടുകാരാകട്ടെ, എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകും. എപ്പോഴാ ഉപേക്ഷിക്കുന്നേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും സ്നേഹത്തോടെ തോളിൽ കൈയിട്ടുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ കൂട്ടുകാര്, ഇവരെല്ലാവരും നമ്മളെ പെരുവടിയിൽ കടന്നിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ,
അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, ഇന്ന് വരെ സ്വന്തമായിട്ട് കുളിച്ചിരുന്ന നമ്മള്, നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടെ കുളിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അതാ കുളിപ്പിച്ചിട്ട് നിന്നെ താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കൊണ്ടുവച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത, പടച്ചവനെ വില കുറഞ്ഞ, കാണാനൊരു രസമില്ലാത്ത 3 കഷ്ടം വെള്ളത്തുളിയുടെ മുകളിലേക്ക് നിന്റെ ജനാസ എടുത്ത് വെച്ചിട്ട് എല്ലാവരും പൊതിയുകയാണ്. അവസാനം നിന്നെ മുഖം മറക്കാൻ സമയമാകുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, കാണേണ്ടവർ കണ്ടോ, കാണേണ്ടവരെല്ലാവരും കണ്ടോ, ഇതാ പൊതിയാൻ പോകുകയാണ്, ഇതാ പൊതിയാൻ പോകുകയാണ്. അല്ലാഹുവേ, എന്തൊരു ധൃതി എന്നറിയുമോ? അവസാനം നിന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞിയെടുത്ത് വെച്ചു. എന്നിട്ട് അല്ലാഹുവേ, ആരോ വിളിച്ചു പറയുന്നു, മതി പൊതിയാൻ, കൊണ്ടുപോകാൻ സമയമായി, കണ്ടതൊക്കെ മതി. അവിടെ നിന്ന് പെട്ടെന്ന് നിന്റെ ജനാസ പൊതിയുകയാണ്. അത് കഴിഞ്ഞ് നിന്റെ വീടിന്റെ മുന്നിൽ ഒരുക്കിയിട്ടിരിക്കുന്ന മോഡലില്ലാത്ത, എണ്ണയില്ലാത്ത, ഡ്രൈവറില്ലാത്ത ഒരു വാഹനം പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് നിന്റെ ജനാസ എടുത്ത് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നിന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ വിളിച്ചുകൂവൽ കേൾക്കുന്ന സമയം അപ്പോഴാ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. വാപ്പ കരയുകയാ, ഉമ്മ കരയുകയാ, എല്ലാവരും വീടിന്റെ അകത്ത് കടന്ന് വിളിച്ചു കൂവുന്ന സമയമാണ്. പടച്ചവനെ, എന്റെ പൊന്നാര മകനെ കൊണ്ടുപോകല്ലേ, സമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ, കാണലെന്നാ പൊന്നേ. ഉമ്മാനെ ഒറ്റയ്ക്കാക്കി ഇട്ടു പോകുകയാണോ, വാപ്പയെ വിട്ടിട്ട് പോവുകയാണോ, മോനെ ഭാര്യയെ കളന്നിട്ട് പോകുകയാണോ എന്നാണടാ ഇനിയൊന്ന് കാണുന്നത്. എല്ലാവരും കരയുകയാണ്. ആ മയ്യത്ത് കെട്ടിൽ 6 പേരതാ ഉയർത്തിക്കെട്ട് തന്റെ തോളിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചവനെ, ആ മയ്യത്ത് കെട്ടിൽ ചുമലിലേക്ക് ഉയരുമ്പോ, പടച്ചവനെ, നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വാപ്പാ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ വാപ്പയെ കൊണ്ടുപോകല്ലേ. നെഞ്ചുപട്ടികെട്ട പൊന്നാര മക്കള് കരയുന്ന ദിവസമുണ്ടല്ലോ, മിണ്ടാതെ കടന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് സഹോദര, അവിടെ വെച്ച് ഉമ്മ കൈയിടിഞ്ഞു, ഭാര്യ കൈയിടിഞ്ഞു, പെമ്മക്കള് കൈയിടിഞ്ഞു, സഹോദരിമാര് കൈയിടിഞ്ഞു, കൂടപ്പിറപ്പുകള് കൈയിടിഞ്ഞു. അവിടെ നിന്ന് ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് ജനാസ പള്ളിയിൽ കൊണ്ടുപോയി. നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു. എല്ലാവരും പടച്ചവനെ നിന്നെ താങ്ങിയെടുത്തുകൊണ്ട് പള്ളിക്കാട്ടിൽ ഒരുക്കിയിട്ടിരിക്കുന്ന കോടാനുകോടി രൂപയുടെ വിലയില്ലാത്ത, കോടികളൊന്നും വേണ്ട, ഓസിന് പണിത് തരും അങ്ങനെ ഒരു വീട്. അല്ലാഹുവേ, പല പള്ളികളിലും പൈസയ്ക്ക് പോലും വേണ്ട, വെറുതെ വെട്ടിത്തരും പള്ളിക്കാട്ടിൽ മനോഹരമായ ഒരു ഖബറ്. ഒരു മോഡലുമില്ല, ഒരു ഫാഷനുമില്ല. അല്ലാഹുവേ, ഒരു ഖബർ ഇങ്ങനെ കുടിച്ചു തരികയാണ്. ആ ഖബറിന്റെ അകത്തേക്ക് വെള്ള തുണിയിൽ പൊതിഞ്ഞ നിന്റെ ജനാസ 2 പേര് ഖബറിന്റെ അകത്ത് ഇറങ്ങി നിന്നിട്ട് അവിടെ നിങ്ങനെ താങ്ങി വാങ്ങിയിട്ട് ഖബറിന്റെ അകത്ത് വെക്കുകയാ. എന്നിട്ട് ഖബറിന്റെ അകത്തിരിക്കുന്നവർ പറയുന്നു, മോനെ വിടെ, ഒരു പിടി മണ്ണ് വാരി തരുവോ? അല്ലാഹുവേ, അവിടെ നിന്ന് ഒരു പിടി മണ്ണ് വാരി കൊടുത്തു. അതാ ഖബറിന്റെ അകത്ത് കിടക്കുന്നവന്റെ കഴുത്തിന്റെ തലകൾ അതാ കബളിന്റെ താഴ്ഭാഗത്ത് ഒരു പിടി മണ്ണ് വാരി വെച്ചിട്ട് അല്ലാഹുവേ പലകയിടത്ത് നിരത്തി. വേടേണ്ടവരെല്ലാം മണ്ണ് വാരിയിട്ടോ. ആഘോഷമാണ്. മണ്ണ് വാരി ഇടുന്നത് കണ്ടാൽ പടച്ചവനെ എന്തോ ആഘോഷം പോലെ, എന്തോ ആഘോഷം പോലെ. പച്ചയായ വികാര വിചാരമുള്ള മോഹങ്ങളുള്ള ഒരുപാട് സ്വപ്നം കണ്ട ഒരു മനുഷ്യന്റെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരി ഇടുന്നത് കണ്ടാല് മോനെ വെറുതെയല്ല ഇടാൻ പറഞ്ഞത്, അത് വെറുതെയല്ല ഇടാൻ പറഞ്ഞത്.
പറഞ്ഞത് പഠിക്കാൻ 3 പാഠങ്ങളുണ്ട്. പറയാ റസൂലുള്ള ദുആയും പറഞ്ഞു തരുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് വേണം മണ്ണിടാൻ. അവസാനം 4 സൈഡിൽ നിന്ന് മണ്ണ് വാരിയിട്ടു. ഖബറിന്റെ പണിയതാ കഴിഞ്ഞു. മനോഹരമായി ഖബറൊരുക്കി കഴിഞ്ഞു. എന്നിട്ടല്ലാ ഖബറങ്കാട്ടില് മറ്റാരുടെയോ നെഞ്ചിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചെടി അതാരോ കൊണ്ടുവന്ന് ഖബറിൽ നട്ടതാണ്. ആ ഖബറിന്റെ മുകളിൽ നിന്ന് ചെടി ഒടിച്ചെടുക്കുകയാ. അതുപോലും മക്കള് കൊണ്ടുപോകൂല. സ്വന്തം വാപ്പയുടെ നെഞ്ചത്ത് വെക്കാറ്, സ്വന്തം ഉമ്മയുടെ നെഞ്ചത്ത് വെക്കാ ഒരു ചെടി പോലും നമ്മളിൽ പലരും കൊണ്ടുപോകാറില്ല. അടുത്തവന്റെ ഖബറിൽ നിന്ന് എടുത്തു പൊടിച്ചു വെക്കുകയാ. എന്നിട്ട് എല്ലാവരും കൂടെ ദുആയും കഴിഞ്ഞു. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ. എല്ലാവരും അവിടെ നിന്നിട്ട് സ്വലാം പറഞ്ഞിട്ട് പിരിയുകയാ. എന്റെ പ്രിയമുള്ള സഹോദരാ, ഇന്നലെ വരെ നീ ആത്മാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞു കൊണ്ട് നടന്നവർ മുഴുവനും പള്ളിക്കാട്ടില് വെളിച്ചമില്ലാത്ത ഒരു കാടിന്റെ അകത്ത് ഒരു കുഴിക്കകത്ത് നിന്നെ ഇറക്കി കിടത്തിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമെങ്കിൽ സഹോദരാ, എല്ലാവരും നിന്നെ പകുതിയിൽ കളഞ്ഞിട്ട് പോകുന്നവരാ. അവരാണോ കൂട്ടുകാര്? അവരാണോ കൂട്ടുകാര്? അല്ലാഹുവേ, പള്ളിക്കാട്ടിൽ ഒറ്റയ്ക്ക് കളഞ്ഞിട്ട് പോകുന്നവന്റെ കൂടെ കൂടിയിട്ട് കാര്യമില്ല. പിന്നെ ആരെയാണ് കൂട്ടുകാരാക്കേണ്ടത്? നിന്നെ കൈയൊഴിയാത്തവരല്ലേ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവരല്ലേ. അങ്ങനെ ചില കൂട്ടുകാരുണ്ട്, അങ്ങനെ ചില കൂട്ടുകാരുണ്ട്. ദുനിയാവില് കൂടെയുണ്ട്, പരലോകതാ മരണസമയത്ത് കൂടെയുണ്ട്, ഖബറിന്റെ അകത്ത് കൂടെയുണ്ട്, പരലോകത്ത് കൂടെയുണ്ട്, സിറാത്തില് കൂടെയുണ്ട്, മീസാനില് കൂടെയുണ്ട്. പടച്ച റബ്ബിന്റെ സ്വർഗം വരെ കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ 3 സ്വലാത്ത് സല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നവർ മുഴുവനും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പള്ളിക്കാട്ടി ഖബർ കൊണ്ടുവെക്കുമ്പോ ഖബറിന്റെ അകത്ത് ജനാസ ഇറക്കി വെച്ചിട്ട് വല്ല ആൾക്കാരുടെയും ഖബറിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചെടി എന്തിനാ ഓടിക്കണം? നിനക്ക് അനുവാദം ഉണ്ടോ ഓടിക്കാൻ? പള്ളിക്കാട്ടിൽ ഞാൻ എൻ്റെ വാപ്പാടെ നെഞ്ചിന്റെ മുകളിൽ നട്ടിരിക്കുന്ന ചെടി ഓടിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? നീ അതെങ്കിലും കൊണ്ടുപോണ്ടേ? അതുമില്ല. അതങ്ങോട്ട് കൊണ്ടുപോകും, കൊണ്ട് ഇറക്കി വെച്ചിട്ട് അവസാനം പറയും ഒരു ചെടി അടയാളത്തിന് അടുത്തവൻ്റെ ഒറ്റ ഒടിയ ഒടിച്ചങ്ങ് വെക്കും. ഇതാവസ്ഥ. എല്ലാവരും നിന്നെ കൊണ്ടുപോയി കുഴിയിട്ടിട്ട് പോകും. അപ്പൊ പിന്നെ അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണോ? അല്ല. പിന്നെ ആരാ? സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരുണ്ട്. അള്ളാഹു ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരാരാ? അവരാരാ? ഈ നമ്മളെ പോലൊന്നുമല്ല, നമ്മളെ പോലെയൊന്നുമല്ല. അവര് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നല്ലതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ കൂട്ടുകാര് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നല്ലതല്ലാതെ ഒന്നും പറഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെയുള്ള ചില കൂട്ടുകാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടുകാരാരാ? അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ മലക്കുകൾ. എന്റെ പ്രിയമുള്ളവരെ, ആ കൂട്ടുകാരും മലക്കുകളാണ്. അവരുടെ കൂടെ കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.